എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദിത്യൻ ഓരോ ദിവസവും ആ കടൽ തീരത്തും നഗരത്തിലെ ഓരോ മുക്കിലും തിരച്ചിൽ തുടർന്നു. പക്ഷേ തൻ്റെ കുഞ്ഞിനെ ഒരിക്കൽ കൂടെ കാണാനുള്ള ഭാഗ്യം അവന് തുണച്ചില്ല. തൻ്റെ മകളെ ഇനിയൊരിക്കൽ കൂടി കാണാൻ കഴിയുമോ എന്ന നീറ്റലിൽ ആദിത്യൻ നീറിപ്പുകഞ്ഞു. അതേസമയം ദീപ്തി വല്ലാത്ത ആശങ്കയിലായിരുന്നു. 2 ദിവസമായി കുഞ്ഞുലക്ഷ്മിക്ക് വിട്ടുമാറാത്ത പനിയാണ്. ആഹാരം ഒന്നും കഴിക്കുന്നില്ല. ശരീരമാകെ തളർന്നു പോയിരിക്കുന്നു. അമ്മേ, എനിക്ക് വയ്യ. കുഞ്ഞുലക്ഷ്മി കരയുമ്പോൾ ദീപ്തിയുടെ ഉള്ളുരുകി. രാത്രി വൈകിട്ടും പനി കുറയാതെയായപ്പോൾ ദീപ്തി ആകെ പരിഭ്രമിച്ചു പോയി. ഈ മാസം അവസാനമായതുകൊണ്ട് തന്നെ ദീപ്തിയുടെ കയ്യിൽ നീക്കിരിപ്പ് കുറവാണ്. എന്നാലും മോളെ ഹോസ്പിറ്റലിൽ കാണിക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. മോളുടെ കഴുത്തിൽ സ്വരുക്കൂട്ടി മേടിച്ച ഒരു കുഞ്ഞ് ചെയിനുണ്ട്. അത് ദീപ്തി കുഞ്ഞുലക്ഷ്മിയുടെ കഴുത്തിൽ നിന്നും ഊരി കയ്യിൽ വെച്ചു. ഈ രാത്രിയിൽ അത് വിൽക്കാൻ കഴിയില്ലെന്ന് ദീപ്തിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ? ആശുപത്രിയിലേക്ക് ഒപ്പം വന്നത് ഹൗസ് ഓണറായ പപ്പേട്ടനാണ്. താഴെ പപ്പേട്ടനും ഭാര്യയുമാണ് താമസം. അവർക്ക് മക്കളില്ല. അതുകൊണ്ട് തന്നെ ദീപ്തിയോടും ലക്ഷ്മിയോടും അവർക്ക് ഇത്തിരി അനുകമ്പ കൂടുതലാണ്. ദീപ്തി താൻ ഭർത്താവുമായി ഡിവോഴ്സാണെന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. പാവങ്ങൾ, അവരത് കണ്ണടച്ച് വിശ്വസിച്ചു. എന്നും അവർ പ്രാർത്ഥിക്കുമത്രേ ദീപ്തിയും ഭർത്താവും ഒന്നിക്കണമെന്ന്. ദീപ്തി വേഗത്തിൽ മോളെയും കൊണ്ട് താഴേക്കിറങ്ങി. പപ്പേട്ടനോട് ഒന്ന് കൂടെ വരാമോ എന്ന് ചോദിച്ച പാടെ മൂപ്പർ ഒരു ഷർട്ടും ഇട്ട് ഇറങ്ങി വന്നു. പക്ഷെ വണ്ടി പകുതി എത്തിയപ്പോഴേ കുഞ്ഞുലക്ഷ്മി ആകെ തളർന്നു പോയിരുന്നു. വിളിച്ചിട്ട് മിണ്ടാട്ടമൊന്നുമില്ല. ദീപ്തി ആകെ പേടിച്ചുപോയി. പപ്പേട്ടനും പേടിച്ചെങ്കിലും അയാൾ ആ ഭയം പുറത്തു കാണിക്കാതെ ദീപ്തിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ആശുപത്രി എത്തിയതും ആശുപത്രിയിലെ ആ തിരക്കേറിയ ഇടനാഴിയിലൂടെ കുഞ്ഞുലക്ഷ്മിയെയും കൊണ്ട് ദീപ്തി ഓടി. ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ച് അഡ്മിറ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചു. ഒരു വട്ടം ഡ്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞുലക്ഷ്മിയുടെ ക്ഷീണത്തിന് ഇത്തിരി ആക്കം വന്നു. അതോടെ ദീപ്തിക്കും പപ്പേട്ടനും സമാധാനമായി. അതേസമയം തൻ്റെ ബിസിനസ് പാർട്ട്ണറുടെ അപകടത്തിൽപ്പെട്ട ഒരു ബന്ധുവിനെ കാണാൻ ആശുപത്രിയിലെത്തിയതായിരുന്നു ആദിത്യൻ അയാൾക്കൊപ്പം. പൊടുന്നനെ മുന്നിൽ നിൽക്കുന്നവളിലേക്ക് ആദിത്യൻ്റെ കണ്ണുകൾ നീണ്ടു. കുഞ്ഞിനുള്ള ഭക്ഷണം വാങ്ങി വരികയായിരുന്നു ദീപ്തിയും. ആദിത്യനെ കണ്ടപാടെ സ്തംഭിച്ച് നിന്നുപോയി. ദീപ്തി, വിറക്കുന്ന സ്വരത്തോടെ ആദിത്യൻ വിളിച്ചപാടെ ദീപ്തി കയ്യിലിരുന്ന കവറുകൾ നിലത്തിട്ടുകൊണ്ട് വേഗത്തിൽ ആ വാർഡിലേക്ക് ഓടിക്കയറി. ആദിത്യനും അവൾക്ക് പിന്നാലെ കുതിച്ചു. കട്ടിലിൽ കിടന്നു കരയുന്ന ലക്ഷ്മിയെയും അവളെ ചേർത്ത് പിടിച്ച് വിതുമ്പുന്ന ദീപ്തിയെയും ആദിത്യൻ കണ്ടു. ദീപ്തി! ആദിത്യൻ്റെ സ്വരമിടറി. ദീപ്തി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന ആദിത്യനെ കണ്ടതും അവളുടെ മുഖത്ത് ഭയവും വെറുപ്പും ഒരുപോലെ പടർന്നു. അവൾ വേഗത്തിൽ എഴുന്നേറ്റ് കുഞ്ഞിന് മുന്നിൽ ഒരു കവചം പോലെ നിന്നു. എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാർ എന്നെയും എൻ്റെ മോളെയും പിന്തുടരുന്നത് എന്തിനാ? ദീപ്തിയുടെ ശബ്ദം വിറച്ചു. ദീപ്തി, മോൾക്കെന്തു പറ്റി? എന്താ അവൾക്ക്? ആദിത്യൻ വിറക്കുന്ന കൈകൾ കൊണ്ട് കുഞ്ഞുലക്ഷ്മിക്ക് നേരെ ഒന്ന് നീട്ടി. തൊട്ടുപോകരുത്! ദീപ്തി അലറി. വാർഡിലെ മറ്റു രോഗികളും നഴ്സുമാരും അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അന്ന് ആ ലേബർ റൂമിൽ വെച്ച് സാർ പറഞ്ഞത് മറന്നുപോയോ? ബാധ്യത! അങ്ങനെയല്ലേ സാർ എൻ്റെ മോളെ വിളിച്ചത്? ഇതിനെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചോളാം പറഞ്ഞത് സാറാണ്. ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴാണോ സാറിന് ഇങ്ങനൊരു കുഞ്ഞുള്ളത് ഓർമ്മ വന്നത്? ദീപ്തിയുടെ ആക്രോശത്തിൽ ആദിത്യൻ തല കുനിച്ച് നിന്നുപോയി. താൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു ദീപ്തി. എനിക്ക് മാപ്പ് തരണം, ആദിത്യൻ പതിയെ പറഞ്ഞു. മഹാപ്പോ? ദീപ്തി പൊട്ടിത്തെറിച്ചു. ഈ 5 വർഷം ഞങ്ങൾ പട്ടിണി കിടന്നപ്പോൾ സാർ എവിടെയായിരുന്നു? ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ച് എന്നെ നാട്ടുകാർ അപമാനിച്ചപ്പോൾ സാർ എവിടെയായിരുന്നു? എൻ്റെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിക്കുമ്പോൾ സാർ എവിടെയായിരുന്നു? തോന്നുമ്പോൾ വേണ്ടെന്ന് വെക്കാനും തിരിച്ചെടുക്കാനും ഇതൊരു ഉപകരണമൊന്നുമല്ല. എൻ്റെ മോളാണ്, ഞാൻ പ്രസവിച്ച എൻ്റെ മോൾ. ദീപ്തി ഒരു അഗ്നിപർവ്വതം കണക്കെ തിളച്ചു മറിഞ്ഞു. അമ്മേ, അങ്കിളിനോട് എന്തിനാ വഴക്കിടുന്നത്? കുഞ്ഞുലക്ഷ്മി പരിഭ്രമത്തോടെ ചോദിച്ചു. അവൾ ആദിത്യനെ തിരിച്ചറിഞ്ഞിരുന്നു. അങ്കിളിനെ എനിക്ക് അറിയാം അമ്മേ. ബീച്ചിൽ വെച്ച് കണ്ടത് ഈ അങ്കിളിനെയാ. കുഞ്ഞുലക്ഷ്മി ആദിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദീപ്തിയോടായി പറഞ്ഞു. ആദിത്യൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവൻ മുട്ടുകുത്തി ആ കട്ടിലിനരികിലിരുന്നു. ഞാൻ മോളെ ഒന്ന് കാണാൻ വന്നതാ. ആദിയുടെ സ്വരം വിറച്ചു. കുഞ്ഞുലക്ഷ്മി പെട്ടെന്ന് ദീപ്തിയെ നോക്കി. അവളുടെ മുഖം വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരിക്കൽ പോലും അവൾ അമ്മയെ കണ്ടിട്ടില്ല. ഇത്രയും ദേഷ്യത്തിൽ അതിന് കാരണക്കാരൻ മുന്നിൽ നിൽക്കുന്ന ആദിത്യനാണെന്ന് കുഞ്ഞുലക്ഷ്മിക്ക് തോന്നി. അമ്മക്ക് ഈ അങ്കിളിനെ ഇഷ്ടമല്ലേ? കുഞ്ഞുലക്ഷ്മി ദീപ്തിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു.
അല്ല. ദീപ്തി വിലങ്ങനെ തലയാട്ടി. കുഞ്ഞുലക്ഷ്മി വാടിയ മുഖത്തോടെ ആദിയെ നോക്കി. അങ്കിൾ പൊക്കോ, അമ്മക്ക് അങ്കിളിനെ ഇഷ്ടമല്ല എന്ന് കുഞ്ഞുലക്ഷ്മി ആദിയോടായി പറഞ്ഞു. എന്നിട്ടും ആദിത്യൻ കുഞ്ഞുലക്ഷ്മിയുടെ അരികിൽ നിന്നും എഴുന്നേറ്റില്ല. അവൻ കണ്ണുനീർ കൊണ്ട് ആ കുഞ്ഞിൻ്റെ കാൽ കഴുകുകയായിരുന്നു. ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം എന്നോണം. സാർ ഇവിടെ നിന്ന് പോകണം. കുഞ്ഞുലക്ഷ്മിയുടെ കാൽക്കീഴിൽ പറ്റിപ്പിടിച്ചിരുന്ന ആദിത്യനെ നോക്കി ദീപ്തി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഇനി ഒരിക്കലും ഞങ്ങളുടെ നിഴൽവട്ടത്ത് പോലും സാർ കാണരുത്. ദീപ്തി പ്ലീസ്, മോൾക്ക് എന്ത് പറ്റിയതാ? അവൾക്ക് ഏറ്റവും നല്ല ചികിത്സ ഞാൻ നൽകാം. ഈ സർക്കാർ ആശുപത്രിയിലെ ദീപ്തി പ്ലീസ്, മോൾക്ക് എന്ത് പറ്റിയതാ? അവൾക്ക് ഏറ്റവും നല്ല ചികിത്സ ഞാൻ നൽകാം. ഈ ആശുപത്രിയിലെ തിരക്കിൽ അവളിങ്ങനെ ഇടരുത് പ്ലീസ്. ആദിത്യൻ ദീപ്തിയോട് കെഞ്ചി. വേണ്ട, എൻ്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാം. അന്ന് നിങ്ങൾ കുഞ്ഞിനെ ഉപേക്ഷിച്ചോളാൻ പറഞ്ഞ നിമിഷം തൊട്ട് ഇവൾ എൻ്റെ മാത്രമാണ്. രക്തം ആരുടേതായാലും ഇവളെ പ്രാണൻ നൽകി വളർത്തിയത് ഞാനാണ് സാർ. സാർ ഇവിടുന്ന് പോകുന്നില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ആദിത്യൻ ദീപ്തിയുടെ വാക്കുകളിൽ തകർന്നു പോയി. തന്നെ കണ്ടാൽ ദീപ്തി ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ കുഞ്ഞുലക്ഷ്മിയിൽ നിന്ന് തന്നെ ഇത്രയും അകറ്റാൻ ശ്രമിക്കുമെന്ന് അവൻ കരുതിയില്ല. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ആദിയെ നിർബന്ധിച്ച് വാർഡിന് പുറത്തേക്ക് കൊണ്ടുപോയി. ദീപ്തിയുടെ ആ കണ്ണുകളിലെ കണ്ണിൽ കണ്ടപ്പോൾ താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് അവന് പൂർണ്ണമായും മനസ്സിലായി. പക്ഷേ അപ്പോഴും അവൻ്റെ ഉള്ളിൽ തൻ്റെ മകളെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള മോഹം അടങ്ങുന്നുണ്ടായിരുന്നില്ല. എത്രയോ നേരം ദീപ്തി ആ ഇരിപ്പിരുന്നു. അവൾ കുഞ്ഞിനെ തൻ്റെ മാറിലേക്ക് കൂടുതൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരുന്നു. എൻ്റെയാ, ഞാൻ കൊടുത്താലല്ലേ അയാൾ കൊണ്ടുപോകൂ. വിട്ടുകൊടുക്കില്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ, ദീപ്തി പുലമ്പിക്കൊണ്ടിരുന്നു. ജാനകി അമ്മ വീട്ടിൽ തനിച്ചായതുകൊണ്ട് ദീപ്തി തന്നെയാണ് പപ്പേട്ടനെ നിർബന്ധിച്ച് തിരികെ വീട്ടിലേക്ക് അയച്ചത്. നാളെ കാലത്തെ വന്നാൽ മതിയെന്നും പറഞ്ഞു. അതിപ്പോൾ അബദ്ധമായി എന്ന് തോന്നി ദീപ്തിക്ക്. ആദിത്യൻ പോയിട്ടുണ്ടാവുമോ? അതോ അയാൾ എൻ്റെ കുഞ്ഞിനെ കിട്ടാൻ ഇവിടെ എവിടെയെങ്കിലും തക്കം പാർത്തിരിപ്പുണ്ടാവുമോ? ദീപ്തി പേടിയോടെ ചിന്തിച്ചു. കുഞ്ഞിനെയും അടക്കി പിടിച്ചുകൊണ്ടുള്ള ആ ഇരുത്തം ദീപ്തി അവസാനിപ്പിച്ചത് നേഴ്സ് വന്നപ്പോൾ മാത്രമാണ്. കുഞ്ഞിനെ വാർഡിൽ നിന്നും മുറിയിലേക്ക് മാറ്റാൻ ഡോക്ടർ പറഞ്ഞു എന്ന്. അതിൻ്റെ ആവശ്യമല്ല എന്ന് 100 വട്ടം ദീപ്തി പറഞ്ഞുവെങ്കിലും നേഴ്സ് കർക്കശമായി പറഞ്ഞതോടെ പിന്നെ ദീപ്തി ഒന്നും മിണ്ടിയില്ല. വാർഡിൽ തന്നെ കിടത്തിയാൽ ഹോസ്പിറ്റൽ ഫീസ് താങ്ങാൻ ദീപ്തിക്ക് കഴിയില്ല. അതിൻ്റെ കൂടെ മുറിയിലോട്ടും കൂടെ മാറ്റിയാൽ ദീപ്തിയുടെ ഉള്ളിൽ ആദി കയറി. പക്ഷെ ആ മുറിയിലേക്ക് കടന്നതോടെ ദീപ്തിയുടെ ഭീതി ഇരട്ടിച്ചു. അത്രയും സൗകര്യമുണ്ട് ആ മുറിക്കുള്ളിൽ. VIP ബെഡാണെന്ന് തോന്നി ദീപ്തിക്കത്. സിസ്റ്റർ ഇവിടെ? ദീപ്തി സംശയഭാവത്തിൽ ദീപ്തിയോട് എന്തോ ചോദിക്കാൻ വന്നപ്പോഴേക്കും സിസ്റ്ററോട് എന്തോ ചോദിക്കാൻ വന്നപ്പോഴേക്കും ആദിത്യനും മോളെ ചികിത്സിക്കുന്ന ഡോക്ടറും കൂടെ അകത്തേക്ക് കയറി വന്നു. കുട്ടിക്ക് ന്യൂമോണിയയുടെ തുടക്കമാണ്. ഭാഗ്യം, നിങ്ങൾ ഇപ്പോൾ തന്നെ എത്തിച്ചത് നന്നായി. കുറച്ച് വൈകിയിരുന്നെങ്കിൽ ആകെ പ്രശ്നമായിരുന്നു. ഡോക്ടർ ദീപ്തിയോട് സംസാരിക്കുമ്പോഴും അവളുടെ നോട്ടം അപ്പാടെ ആദിയിൽ തന്നെയായിരുന്നു. ഇത് ആദിത്യൻ്റെ മോളാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അവർ ദീപ്തിയോടായി പറഞ്ഞപ്പോൾ ദീപ്തിയുടെ മുഖം ഇരുണ്ടു. ആദിത്യൻ ദീപ്തിയെ ഒന്ന് നോക്കി. അതേ ഡോക്ടർ, എൻ്റെ മകൾ തന്നെയാണ്, മഹാലക്ഷ്മി ആദിത്യൻ. ആ പേര് അവൻ പറഞ്ഞപ്പോൾ ദീപ്തിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ദീപ്തിയുടെ കണ്ണുകളിൽ വീണ്ടും വെള്ളം നിറഞ്ഞു. ഡോക്ടറും നഴ്സും തിരികെ മടങ്ങിയതോടെ ദീപ്തിയും ആദ്യവും മോളും മാത്രമായി ആ മുറിയിൽ. ദീപ്തി, നീ എന്നോട് ക്ഷമിക്കണമെന്നില്ല. പക്ഷേ ആ കുഞ്ഞിന് അവൾ അർഹിക്കുന്ന ജീവിതം നൽകാൻ എന്നെ അനുവദിക്കണം. ഇത്രയും കാലം നീ അവൾക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ഓരോ തുള്ളിക്കും പകരമായി സന്തോഷം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദിത്യനാണ് സംസാരത്തിന് തുടക്കം കുറിച്ചത്. ദീപ്തി ഒന്നും മിണ്ടിയില്ല. എങ്കിലും ആദിത്യൻ്റെ കണ്ണുകളിലെ ആ മാറ്റം അവൾ ശ്രദ്ധിച്ചു. പണ്ട് കണ്ടിരുന്ന ആ ധിക്കാരമോ അഹങ്കാരമോ ഇപ്പോൾ ഇല്ല. മറിച്ച് മകളെ ജീവനായി കരുതുന്ന ഒരച്ഛൻ്റെ ആകുലതയായിരുന്നു ആ മുഖത്ത്. പക്ഷേ എന്ന് കരുതി ദീപ്തിക്ക് തൻ്റെ മോളെ വിട്ടുകൊടുക്കാനും വയ്യ. ഞാൻ നാളെ വരാം. പക്ഷേ ദയവ് ചെയ്ത് എന്നെ എൻ്റെ മോളോടൊന്ന് സംസാരിക്കാൻ അനുവദിക്കണം. ആദിത്യൻ്റെ സ്വരം ഇടറി. എന്നിട്ടും ദീപ്തിയൊന്നും മിണ്ടില്ല. അവൾ മറ്റു പലതും ഉള്ളിൽ കണക്ക് കൂട്ടി കഴിഞ്ഞിരുന്നു. ആദിത്യൻ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ എത്തിയത് വലിയൊരു പ്രതീക്ഷയോടെയായിരുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാതെ തൻ്റെ മകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള 100,000 പദ്ധതികൾ അവൻ മനസ്സിൽ മെനഞ്ഞിരുന്നു. കയ്യിൽ കുഞ്ഞുലക്ഷ്മിക്ക് വലിയൊരു ടെഡി ബെയറും നിറയെ ചോക്ലേറ്റുകളുമായാണ് അവൻ ആ മുറിയുടെ വാതിൽക്കലെത്തിയത്. പക്ഷെ മുറിക്കുള്ളിലേക്ക് നോക്കിയ ആദിത്യൻ്റെ കയ്യിലിരുന്ന കവറുകൾ നിലത്തേക്ക് വീണുപോയി. ആ മുറി ശൂന്യമായിരുന്നു.
വൃത്തിയായി വിരിച്ചിട്ട വിരിപ്പുകൾ, ഓഫ് ചെയ്ത ലൈറ്റുകൾ. ആ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ദീപ്തി, ലക്ഷ്മി മോളെ, അവൻ പരിഭ്രമത്തോടെ വിളിച്ചു. അപ്പോഴേക്കും ഒരു നേഴ്സ് അവിടേക്ക് വന്നു. എന്താ സാർ, എന്താ പറ്റിയത്? ഇവിടെ ഉണ്ടായിരുന്ന പേഷ്യൻ്റ് എവിടെ? ആ പെൺകുട്ടിയും കുഞ്ഞും? ആദിത്യൻ്റെ സ്വരം വിറച്ചു. അത് സാർ, അവർ പുലർച്ചെ 4 മണിക്ക് ഡിസ്ചാർജ് വാങ്ങിപ്പോയി. എന്ത് ഡിസ്ചാർജ്? ഡോക്ടർ പറഞ്ഞിരുന്നോ അവരോട് ഡിസ്ചാർജ് വാങ്ങിക്കോളാൻ? ഇല്ല സാർ, ഡോക്ടർ ഡിസ്ചാർജ് എഴുതിയിരുന്നില്ല. പക്ഷേ ആ സ്ത്രീക്ക് വലിയ നിർബന്ധമായിരുന്നു. കുഞ്ഞിന് കുഴപ്പമില്ലെന്നും വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താളാമെന്നും പറഞ്ഞ് അവർ ബഹളം വെച്ചു. ആദിത്യൻ തളർന്ന് ആ കസേരയിലേക്ക് ഇരുന്നു പോയി. അവൾ തന്നിൽ നിന്നും ഓടി ഒളിക്കുകയാണ്. തന്നെയും തൻ്റെ സാമീപ്യത്തെയും അത്രമേൽ അവൾ ഭയപ്പെടുന്നതോ എന്ന സത്യം ആദിയെ തളർത്തി. ദീപ്തി, നീ എന്നെ ഇത്രക്കും വെറുക്കുന്നുണ്ടോ? അവൻ സ്വയം മന്ത്രിച്ചു. പക്ഷെ തോറ്റു കൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അവൻ നേരെ പോയത് മോളെ ചികിത്സിച്ച ഡോക്ടറുടെ ക്യാബിനിലേക്കാണ്. തൻ്റെ സുഹൃത്തായ ഡോക്ടർ വേണുവിനോട് അവൻ കാര്യം പറഞ്ഞു. വേണു, എനിക്കറിയണം അവൾ എവിടെയാണെന്ന്. അവൾ എന്നിൽ നിന്ന് ഒളിച്ചു മാറുമ്പോൾ അവളും കുഞ്ഞും വലിയ അപകടത്തിലാണ് പോകുന്നത്. ആ അഡ്രസ്സ് എനിക്ക് വേണം. ഡോക്ടർ വേണു ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ആദിയുടെ കണ്ണിലെ ആ തീവ്രത കണ്ട് അയാൾ ഹോസ്പിറ്റൽ റെക്കോർഡുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകി. അഡ്മിഷൻ സമയത്ത് നൽകിയ ഫോം അവർ തപ്പിയെടുത്തു. അതിൽ ദീപ്തി നൽകിയ അഡ്രസ്സ് ആദിത്യൻ ആവേശത്തോടെ കുറിച്ചെടുത്തു. ആദിത്യൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൻ്റെ ലോകം വീണ്ടും ഇരുട്ടിലായതുപോലെ അവന് തോന്നി. ആ 5 വർഷത്തെ ശവതുല്യമായ കിടപ്പിൽ നിന്നും തന്നെ എഴുന്നേൽപ്പിച്ചത് തൻ്റെ മകളെ കാണണമെന്ന മോഹമായിരുന്നു. പക്ഷേ ആ മോഹത്തിന് മുന്നിൽ ദീപ്തി ഒരു വൻമതിലായി നിൽക്കുന്നു. അവൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങി നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിലൂടെ ലക്ഷ്യമില്ലാതെ അലഞ്ഞു. അർജുൻ പറഞ്ഞത് ശരിയാണ്. താനൊരു വേട്ടക്കാരനെ പോലെയാണ് അവൾക്ക് തോന്നുന്നത്. തൻ്റെ സ്നേഹത്തിന് ഇപ്പോൾ അധികാരത്തിൻ്റെ സ്വരമാണെന്ന് അവൾ ഭയപ്പെടുന്നു. ആ ഇടുങ്ങിയ വഴിയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ആദിത്യൻ ചുറ്റും നോക്കി. ആ ഇടുങ്ങിയ വഴികളും ചെറുവീടുകളും അവിടുത്തെ ആളുകളുടെ പെരുമാറ്റവും എല്ലാം അവനിൽ ആശങ്ക നിറച്ചു. രാജകുമാരിയെ പോലെ വളരേണ്ട തൻ്റെ മകൾ ഈ തെരുവിലാണോ വളരുന്നത് എന്ന് അവൻ ആശങ്കപ്പെട്ടു. ആ ചെറിയ ഒറ്റമുറി വീട്ടിൽ ദീപ്തി തൻ്റെ കുഞ്ഞുലക്ഷ്മിയെയും കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു അന്നേരം. മോളുടെ പനി കുറഞ്ഞിട്ടുണ്ട് അന്നേരം. മരുന്നിൻ്റെ മണം നിറഞ്ഞ ആ കൊച്ചുമുറിയിൽ ദീപ്തിക്ക് ശ്വാസം മുട്ടി. പുറത്ത് ആരോ ബെല്ലടിച്ചപ്പോഴാണ് ദീപ്തി സ്വബോധത്തിലേക്ക് വന്നത്. പുറത്താരോ വന്നിരിക്കുന്നു എന്ന തോന്നലിൽ അവൾ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അതയാൾ തന്നെ, ആദിത്യൻ. ദീപ്തി ഉള്ളിൽ പറഞ്ഞു. വാതിൽ തുറന്ന പാടെ ആദിയെ കണ്ട ദീപ്തി ആ വാതിൽ തിരികെ അടക്കാൻ ശ്രമിച്ചു. പക്ഷെ ആദിത്യൻ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ആ മുറിയുടെ ദയനീയാവസ്ഥ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു. തൻ്റെ പൊന്നുമോൾ വളരുന്നത് ഈ നരകത്തിലാണോ? അവൻ ചിന്തിച്ചു പോയി. ദീപ്തി, നീ എന്തിനാ ഇങ്ങോട്ട് ഒളിച്ചോടി വന്നത്? ഈ വൃത്തികെട്ട സാഹചര്യത്തിലാണോ എൻ്റെ മോളെ നീ വളർത്താൻ പോകുന്നത്? ആദിത്യൻ്റെ സ്വരമുയർന്നു. അവൻ ചുറ്റുമുള്ള അവസ്ഥ കണ്ട് നിയന്ത്രണം വിട്ട് ഓരോന്നായി വിളിച്ചു പറയാൻ തുടങ്ങി. സാറിനെന്താ ഇവിടെ കാര്യം? പൊയ്ക്കോളി ഇവിടുന്ന്. ഈ ഒറ്റമുറി വീട്ടിലും ഞങ്ങൾക്ക് സമാധാനം ഉണ്ടായിരുന്നു സാർ ഇങ്ങോട്ട് വരുന്നത് വരെ. ദീപ്തി ആദിത്യനെ നോക്കിക്കൊണ്ട് അലറി. സമാധാനമോ? മോളുടെ പനി കണ്ടോ നീ? അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല ദീപ്തി. നീ നിൻ്റെ വാശിക്ക് വേണ്ടി എൻ്റെ മോളെ കൊല്ലുകയാണ്. ഞാൻ ഇത് സമ്മതിക്കില്ല. നീ എൻ്റെ മോളെ എന്നിൽ നിന്ന് ഒളിച്ചു കടത്താൻ നോക്കിയാൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ആദിത്യൻ ദീപ്തിയുടെ കൈകളിൽ ബലമായി പിടിച്ചു കുലുക്കി. അവൻ്റെ കണ്ണുകളിൽ അധികാരം ജ്വലിച്ചു. ദീപ്തി തന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ ശ്രമിക്കുന്ന തൻ്റെ അസ്തിത്വം ദീപ്തിയിൽ നിന്നും ബലമായി പിടിച്ചു വാങ്ങാൻ അവൻ ശ്രമിക്കുകയായിരുന്നു. സാറിന് അധികാരമേ അറിയൂ, സ്നേഹിക്കാൻ അറിയില്ല. അന്ന് മിത്രചേച്ചി നിങ്ങളെ വേണ്ടെന്ന് വെച്ചറിഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയിരുന്നു. അവൾ എന്ത് സ്ത്രീയാണെന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മിത്രചേച്ചി ആയിരുന്നു ശരിയെന്ന്. നിങ്ങളെപ്പോലെ സ്നേഹമില്ലാത്തൊരു മനുഷ്യനെ അവർ എങ്ങനെ സഹിച്ചു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ദീപ്തി അവൻ്റെ കൈകൾ തട്ടിമാറ്റി. ഒരു നിമിഷം ആദിത്യൻ്റെ കൈ ദീപ്തിക്ക് നേരെ ഉയർന്നു. ദീപ്തി, നിന്റെ നാവ് കുറച്ച് കൂടുന്നുണ്ട്. ആദിത്യൻ അവൾക്ക് നേരെ അലറി. പേടിപ്പിക്കല്ലേ സാർ, ഞാൻ നിങ്ങളുടെ പഴയ വേലക്കാരിയല്ല. നിങ്ങൾ പറയുന്നത് കേട്ട് മിണ്ടാതെ ഇരിക്കാൻ. ദീപ്തി അഗ്നി പോലെ ജ്വലിച്ചു. പെട്ടെന്നാണ് കട്ടിലിൽ ബോധം മറഞ്ഞു കിടന്ന കുഞ്ഞുലക്ഷ്മി എഴുന്നേറ്റത്. തൻ്റെ അമ്മയുടെ കരച്ചിലും ആദിയുടെ അലർച്ചയും അവളുടെ കൊച്ചുകാതുകളിൽ ഭീകരമായ ശബ്ദമായി പതിച്ചു. അവൾ വിറക്കുന്ന കാലുകളോടെ താഴെ ഇറങ്ങി. അമ്മേ! കുഞ്ഞുലക്ഷ്മി ഏങ്ങലടിച്ചുകൊണ്ട് ആദിത്യനും ദീപ്തിക്കും ഇടയിലേക്ക് വന്നു. ആദിത്യൻ്റെ ഉയർന്നു നിന്ന കൈകൾ താഴേക്ക് പതിഞ്ഞു. ഇരുവരും ഒരുപോലെ അവളെ കൈനീട്ടിയെടുക്കാൻ ആഞ്ഞു. ആദിത്യൻ അവളെ ഒന്ന് നോക്കി. പക്ഷേ ആ കുഞ്ഞിൻ്റെ കണ്ണുകളിൽ തന്നോടുള്ള സ്നേഹമല്ല, മറിച്ച് മരണഭയമായിരുന്നു അവൻ കണ്ടത്.
ലക്ഷ്മി പതുക്കെ ആദിത്യൻ്റെ കാലുകൾ കെട്ടിപ്പിടിച്ചു. ആ ചെറിയ കൈകൾ അവൻ്റെ മുട്ടുകളിൽ അമർന്നു. പനി കൊണ്ട് വിറക്കുന്ന ആ കുഞ്ഞു ശരീരം അവൻ്റെ കാലുകളിൽ തട്ടിയപ്പോൾ ആദിത്യൻ സ്തംഭിച്ചുപോയി. അങ്കിളെ, അങ്കിൾ എൻ്റെ അമ്മയെ ഒന്നും ചെയ്യല്ലേ, അമ്മ പാവമ്മ, അമ്മയെ തല്ലല്ലേ അങ്കിളെ. അവൾ ആദിത്യൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. അങ്കിൾ എന്തിനാ എപ്പോഴും ഞങ്ങളുടെ പിന്നാലെ വരുന്നേ? അമ്മക്ക് അങ്കിളിനെ പേടിയാ, എനിക്കും പേടിയാ. ആ വാക്കുകൾ ആദിത്യൻ്റെ ഹൃദയത്തിൽ മുള്ളുകൾ തറച്ചതുപോലെ വേദനയുണ്ടാക്കി. കുറ്റബോധം അവനെ മരവിപ്പിച്ച് കളഞ്ഞു. തൻ്റെ മകളുടെ മുന്നിൽ താൻ ഒരു ദുഷ്ടനായി മാറിയിരിക്കുന്നു. താൻ അന്വേഷിച്ചു വന്ന സ്നേഹം ഇതാണോ? ഭയപ്പെടുത്തി നേടിയെടുക്കേണ്ടതാണോ അച്ഛൻ എന്ന സ്ഥാനം? ദീപ്തി ലക്ഷ്മിയെ വാരിയെടുത്തു. മോളെ വേണ്ട, നീ പേടിക്കണ്ട, അമ്മയുണ്ട് കൂടെ. ആദിത്യൻ കണ്ടു ദീപ്തിയുടെ മാറിലേക്ക് ചേർന്ന് നിന്ന് കുഞ്ഞു ലക്ഷ്മി തന്നെ നോക്കുന്നത്. ആ കണ്ണുകളിലെ നീല നിറം ഇപ്പോൾ കണ്ണുനീരിൽ കുതിർന്നു കിടക്കുന്നു. അവൾക്ക് താൻ വെറുമൊരു അക്രമി മാത്രമാണ്. എനിക്ക് മാപ്പ് തരണം. ആദിത്യൻ വിക്കി. അവൻ്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. എനിക്കെൻ്റെ മോളെ വേണമെന്ന വാശിയിൽ ഞാൻ എല്ലാം മറന്നുപോയി ദീപ്തി. ആദിത്യൻ്റെ സ്വരം മുറിഞ്ഞു. പക്ഷേ എന്നിട്ടും ദീപ്തിക്ക് അവനോട് യാതൊരുവിധ അലിവും തോന്നിയില്ല. ദീപ്തി കുഞ്ഞിനെ ഒന്നുകൂടെ മാറോടണച്ച് അവനെ തടപ്പിച്ച് ഒന്ന് നോക്കി. പൊയ്ക്കോ ഇവിടെ നിന്ന്. എനിക്കും മോൾക്കും സാറിനെ കാണണ്ട. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ദീപ്തി അവൻ്റെ നേരെ ആക്രോശിച്ചു. അവൻ പതുക്കെ ആ മുറിയിൽ നിന്നും ഇറങ്ങി. അവൻ റോഡിലേക്ക് ഇറങ്ങി നിന്നു. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആദിത്യൻ തൻ്റെ കാറിനുള്ളിലേക്ക് കയറി തല സ്റ്റിയറിങ്ങിൽ വെച്ചു. അർജുൻ പറഞ്ഞത് എത്ര സത്യമാണ്. രക്തം പങ്കിട്ടതുകൊണ്ട് മാത്രം അച്ഛനാവില്ല. 5 വർഷം ആ കുഞ്ഞ് അച്ഛനായും അമ്മയായും എല്ലാം കണ്ടത് ദീപ്തിയെയാണ്. അവരുടെ ലോകത്ത് തനിക്കൊരു സ്ഥാനവുമില്ല. അവൻ ആ മങ്ങിയ വെളിച്ചത്തിൽ ആ വീടിൻ്റെ വാതിലിലേക്ക് നോക്കി നിന്നുപോയി. താൻ തോറ്റുപോയിരിക്കുന്നു. ഒരച്ഛനെന്ന നിലയിൽ പൂർണ്ണമായും തോറ്റുപോയിരിക്കുന്നു. ആദിത്യൻ ഉള്ളിൽ കരഞ്ഞുപോയി. ഒരാഴ്ചത്തോളം പിന്നെ ദീപ്തി ആദിയെ കണ്ടില്ല. അത് അവളിൽ സമാധാനം നിറച്ചിരുന്നു. പക്ഷെ പിറ്റേന്ന് രാവിലെ ആ വീടിന് മുന്നിൽ വലിയൊരു കാർ വന്ന് നിന്നു. ദീപ്തി പേടിയോടെ പുറത്തേക്ക് നോക്കി. പക്ഷെ വന്നത് ആദിത്യനായിരുന്നില്ല, അവൻ്റെ ഡ്രൈവറായിരുന്നു. അയാൾ ഒരു കവറും കുറച്ച് പെട്ടികളും ദീപ്തിക്ക് നേരെ നീട്ടി. ഇത് സാർ കൊടുത്തുവിട്ടതാണ്. മോൾക്കുള്ള സാധനങ്ങളും പിന്നെ നിങ്ങൾക്ക് താമസിക്കാൻ നഗരത്തിന് പുറത്തുള്ള സാറിൻ്റെ വീടിൻ്റെ താക്കോലുമാണിതിൽ. സാർ ഇനിയൊരിക്കലും നിങ്ങളുടെ മുന്നിൽ വരില്ലെന്ന് പറഞ്ഞു. പക്ഷെ മോളെ ഈ സാഹചര്യത്തിൽ വളർത്തുന്നത് കാണാൻ സാറിന് വയ്യ. ആദിത്യൻ പറഞ്ഞു പഠിപ്പിച്ച പോലെ അയാൾ ദീപ്തിയോട് വന്ന് പറഞ്ഞു. ഡ്രൈവർ നീട്ടിയ കവറിലേക്കും താക്കോലിലേക്കും ദീപ്തി ഒരു നിമിഷം നോക്കി. അവളുടെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു നിശ്ചയദാർഢ്യം ആ മുഖത്ത് തെളിഞ്ഞു വന്നു. നീ ഇത് തിരികെ കൊണ്ടുപോയിക്കോളൂ. ദീപ്തി ശാന്തമായി എന്നാൽ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. പക്ഷെ മോളെ, സാർ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ. ഡ്രൈവർ പതറി. താങ്കളുടെ സാറിനോട് പറഞ്ഞേക്കൂ, എൻ്റെ മകളെ വളർത്താൻ എനിക്കറിയാം. 5 വർഷം മുമ്പ് അയാൾ എന്നെ തെരുവിലേക്ക് ഇറക്കി വിട്ടപ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ഇല്ലാത്ത സഹതാപം ഇന്ന് എനിക്ക് വേണ്ട. ആഡംബരത്തേക്കാൾ വലുതാണ് എനിക്കെൻ്റെ അഭിമാനം. ദീപ്തി ചൊടിച്ചു. ദീപ്തി ആ കവർ ഡ്രൈവറുടെ കയ്യിലേക്ക് തന്നെ തിരികെ കൊടുത്തു. ഇനിയൊരിക്കലും ആരും ഇങ്ങോട്ട് വരരുത്. ആദിത്യൻ എന്ന വ്യക്തി ഞങ്ങളുടെ ജീവിതത്തിൽ മരിച്ചുപോയ ഒരാളാണ്. ദീപ്തി കൂട്ടിച്ചേർത്തു. ഡ്രൈവർ തിരികെ വന്ന് ആ താക്കോലും കവറും മേശപ്പുറത്ത് വെച്ചപ്പോൾ ആദിത്യൻ്റെ മുഖം ചുവന്നു തുടുത്തു. ദീപ്തി പറഞ്ഞ ഓരോ വാക്കും ഡ്രൈവർ പേടിയോടെ വിവരിച്ചു. അവൾ എന്തു പറഞ്ഞു? ആദിത്യൻ പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. ഡ്രൈവർ കാര്യങ്ങൾ വിശദീകരിച്ചു. ആദിത്യൻ ആ താക്കോലെടുത്ത് ഭിത്തിയിലേക്ക് ആഞ്ഞെറിഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ആ അഴുക്കുചാലിൽ വളർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അവൾക്ക് അഭിമാനമാണെങ്കിൽ എനിക്കെൻ്റെ വാശിയാണ് വലുത്. എൻ്റെ മോളാണ് വലുത്. ആദിത്യൻ അലറി. ആറിത്തണുത്തുകൊണ്ടിരുന്ന ആദിത്യൻ്റെ വാശി ദീപ്തിയുടെ അവഗണനയിൽ പിന്നെയും പുകഞ്ഞു കത്തി. ആദിത്യൻ ഒരാശ്രയം എന്നോണം അർജുനെ വിളിച്ചു. അവൻ്റെ കണ്ണുകളിൽ പഴയ ഗൗരവം തിരിച്ചു വന്നിരുന്നു. അർജുൻ, അവൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൾക്ക് വേണ്ടത് അധികാരത്തിൻ്റെ ഭാഷയാണ്. ആ കോളനിയിൽ അവൾ സുരക്ഷിതയാണെന്ന് അവൾ കരുതുന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കണം. ആ വീട് നിൽക്കുന്ന സ്ഥലം ആരുടേതാണെന്ന് എനിക്കറിയണം. അത് നാളെ എൻ്റെ പേരിലാവണം. ആദിത്യൻ്റെ ഉള്ളിലെ ആ പഴയ വാശി വീണ്ടും തലപൊക്കിയിരുന്നു. സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടും തിരസ്കരിക്കപ്പെട്ടപ്പോൾ അത് വലിയൊരു പകയായി രൂപപ്പെട്ടിരിക്കുന്നു. ആദിത്യൻ തൻ്റെ മുറിയിൽ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മേശപ്പുറത്തിരുന്ന മദ്യക്കുപ്പി അവൻ ഭിത്തിയിലേക്ക് എറിഞ്ഞുടച്ചു. ചില്ലുതുണ്ടുകൾ തറയിൽ ചിതറിത്തെറിച്ചു. അവൾക്ക് അത്രക്ക് അഹങ്കാരമാണോ അർജുൻ? എൻ്റെ സഹായം അവൾക്ക് വേണ്ടത്രേ. എൻ്റെ പണം വേണ്ടെന്ന് അവൾ എന്നെ വെല്ലുവിളിക്കുകയാണ്. ആദിത്യൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. അർജുൻ ശാന്തനായി അവനെ നോക്കി നിന്നു. ആദി, നീ ഒന്ന് അടങ്ങ്.
അവൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? കുറച്ചു വർഷം മുമ്പ് നീ അവളെ ഇറക്കി വിട്ടപ്പോൾ അവൾ അനുഭവിച്ച വേദന നീ മറന്നുപോയോ? അവൾക്ക് നിന്നെ പേടിയാണ് ആദി. ആ പേടിയാണ് വെറുപ്പായി മാറുന്നത്. എനിക്കതൊന്നും കേൾക്കണ്ട, ആദിത്യൻ അലറി. എനിക്കെൻ്റെ മോളെ വേണം. അവളെ ആ നരകത്തിൽ വിടാൻ എനിക്ക് പറ്റില്ല. ദീപ്തി വേദനിച്ചാലും തകർന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഈ വീട്ടിൽ വളരണം. അതിന് ഞാൻ ഏതറ്റം വരെയും പോവും. നിയമപരമായും അല്ലാതെയും ഞാൻ അവളെ തകർക്കും. ആദിത്യൻ്റെ കണ്ണുകളിലെ ആ ഭ്രാന്തമായ വാശി കണ്ടപ്പോൾ അർജുൻ ഒന്ന് നെടുവീർപ്പിട്ടു. അവൻ പതുക്കെ എഴുന്നേറ്റ് ആദിത്യൻ്റെ തോളിൽ കൈവച്ചു. ആദി, നീ ഇപ്പോൾ ദേഷ്യത്തിലാണ്. നീ ചെന്നാൽ അവൾ കൂടുതൽ വാശി കാണിക്കും. നീ അവളെ വേദനിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ അത് മോളെയും ബാധിക്കും. ആ കുഞ്ഞ് നിന്നെ ഒരു രാക്ഷസനായി കാണുന്നത് നിനക്ക് സഹിക്കുമോ? ആദിത്യൻ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു. നിനക്ക് മോളെയല്ലേ വേണ്ടത്? അവളെ ഈ വീട്ടിലെത്തിക്കണം, അതല്ലേ നിന്റെ ലക്ഷ്യം? അർജുൻ എടുത്തു ചോദിച്ചു. അതെ, പക്ഷേ ദീപ്തി അതിന് സമ്മതിക്കില്ല, ആദിത്യൻ പതിയെ പറഞ്ഞു. അർജുൻ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ എന്തോ ഗൂഢത ഒളിഞ്ഞിരുന്നു. നീ ഇതിൽ ഇടപെടേണ്ട ആദി. നിന്റെ ഈ അധികാരം കാണിക്കൽ ആദ്യം ഒന്ന് നിർത്ത്. നീ ഇപ്പോൾ പോയാൽ എല്ലാം വഷളാവും. ലക്ഷ്മിയെ ഞാൻ നിന്റെ അടുത്തെത്തിക്കാം. ഞാൻ പോയി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആദിത്യൻ സംശയത്തോടെ അർജുനെ നോക്കി. ദീപ്തി നിന്റെ കൂടെ കുഞ്ഞിനെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആദി ചോദിച്ചു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്നെപ്പോലെ ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയില്ല. സ്നേഹത്തോടെയോ തന്ത്രപരമായോ ഞാൻ മോളെ ഇങ്ങോട്ട് എത്തിക്കും. നീ കുറച്ച് ദിവസം മാറി നിൽക്കുക മാത്രം ചെയ്താൽ മതി. അർജുൻ പറഞ്ഞത് കേട്ടപ്പോൾ ആദിത്യൻ്റെ ഉള്ളിൽ ഒരു ആശ്വാസം തോന്നി. തൻ്റെ സുഹൃത്ത് തനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് അവനറിയാം. വേഗം വേണം അർജുൻ. എനിക്ക് മോളെ ഇനിയും കാണാതിരിക്കാൻ പറ്റില്ല, ആദി പറഞ്ഞു. വിഷമിക്കേണ്ട ആദി. ലക്ഷ്മി ഈ വീട്ടിലെത്തും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഞാൻ അവളെ കൊണ്ടുവരുന്നത് വരെ നീ ദീപ്തിയെ ശല്യം ചെയ്യരുത്. ആദിത്യൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അർജുൻ അവിടെ നിന്നും ഇറങ്ങി. അവൻ്റെ മനസ്സിൽ എന്തായിരുന്നു പദ്ധതിയെന്ന് ആദിത്യന് അറിവില്ലായിരുന്നു. പക്ഷെ അർജുൻ്റെ വാക്കുകൾ ആദിത്യൻ്റെ മനസ്സിൽ പുതിയൊരു പ്രതീക്ഷ നൽകി. അർജുൻ ആ കോളനിയിലെ ചെറിയ വീടിൻ്റെ വാതിൽക്കൽ എത്തുമ്പോൾ നേരം പുലരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആദിത്യൻ പോയതിനു ശേഷം ദീപ്തിക്ക് ഒരു നിമിഷം പോലും സമാധാനമുണ്ടായിരുന്നില്ല. അയാൾ ഏതു നിമിഷവും തിരികെ വരുമെന്നും തൻ്റെ മോളെ ബലമായി കൊണ്ടുപോകുമെന്നും അവൾ ഭയപ്പെട്ടു. ആ രാത്രിയിൽ ഉറക്കം വരാതെ മോളെയും കെട്ടിപ്പിടിച്ചിരുന്ന ദീപ്തി നേരം വെളുത്തപ്പോൾ വാതിൽക്കൽ ആരോ മുട്ടുന്നത് കേട്ടാണ് ഞെട്ടിയുണർന്നത്. ആദിത്യൻ സാർ വീണ്ടും വന്നോ? ഭയത്തോടെ അവൾ വാതിൽ പതുക്കെ തുറന്നു. പക്ഷെ മുന്നിൽ നിൽക്കുന്നത് ആദിത്യനായിരുന്നില്ല. വെളുത്തു സുന്ദരനായ, കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച, വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു ചെറുപ്പക്കാരൻ. ദീപ്തി അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ആരാ? ദീപ്തി സംശയത്തോടെ ചോദിച്ചു. എന്നാലും 5-6 വർഷം അങ്ങ് കാണാതായപ്പോഴേക്കും നീ എന്നെ അങ്ങ് മറന്നു ദീപ്തിക്കുട്ടി. കണ്ണിൽ കുസൃതി നിറച്ചാണ് അവൻ്റെ ചോദ്യം. ആരാ നിങ്ങൾ? എനിക്ക് നിങ്ങളെ അറിയില്ല. ദീപ്തിയുടെ സ്വരം മുറുകി. അയാൾ ദീപ്തിയുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് പകരം സ്റ്റൈലായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ അനുവാദം പോലും ചോദിക്കാതെ വീടിനുള്ളിലേക്ക് നൂണ്ടുകയറി. അല്ല ദീപ്തിക്കുട്ടി, ഇത് മോശം പെരുമാറ്റമാണ് കേട്ടോ. സ്വന്തം കെട്ടിയോൻ ഇത്രയും കാലത്തിന് ശേഷം വരുമ്പോൾ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്? അർജുൻ്റെ ആ വാക്കുകൾ കേട്ട് ദീപ്തി സ്തംഭിച്ചുപോയി. എന്ത്? ഭർത്താവോ? നിങ്ങൾക്ക് ആള് മാറിയതാവും. ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ല. ആരാണ് നിങ്ങൾ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവൂ. അർജുൻ ഇതൊന്നും കേട്ട ഭാവമേ ഇല്ലാതെ അകത്തെ കസേരയിൽ അമർന്നിരുന്നു. പതുക്കെ സംസാരിക്കൂ ദീപ്തി. താഴെ നിൻ്റെ ഹൗസ് ഓണർ പപ്പേട്ടനും ഭാര്യയും നിൽപ്പുണ്ട്. ഞാൻ വന്ന കാർ കണ്ടപ്പോൾ അവൾ ഓടിങ്ങ് വന്നു. ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദുബായിൽ നിന്ന് വരികയാണെന്നും നിൻ്റെ ഭർത്താവാണെന്നും അങ്ങ് കാച്ചു വിട്ടു. പാവങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവർ താഴേക്ക് പോയിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഒരുമിക്കാൻ അവർ കുറേ നേർച്ചയും വഴിപാടും കഴിച്ചിട്ടുണ്ടത്രേ. അർജുൻ പറയുന്നത് കേൾക്കെ ദീപ്തിയുടെ ശ്വാസം നിലച്ചുപോയി. തൻ്റെ സുരക്ഷയ്ക്കായി കെട്ടിയുയർത്തിയ ആ വലിയ നുണ ഈ അപരിചിതൻ എങ്ങനെ അറിഞ്ഞു? ദീപ്തി ചിന്തിച്ചുപോയി. നിങ്ങൾ എങ്ങനെ ഇതറിഞ്ഞു? നിങ്ങൾ ആദിത്യൻ അയച്ച ആളാണോ? അവൾ വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. അർജുൻ പതുക്കെ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നു. ആദ്യം അയച്ചതാണോ എന്നൊക്കെ ചോദിച്ചാൽ അതെ. അർജുൻ ഒറ്റ വാക്കിൽ ഉത്തരം ഒതുക്കി കളഞ്ഞു. ഇറങ്ങിപ്പോ. ദീപ്തി ഭയത്തോടെ അർജുനെ നോക്കി അലറി. റിലാക്സ് ദീപ്തി. ശബ്ദമുണ്ടാക്കി ആളെ കൂട്ടിയാൽ നീ തന്നെ ബുദ്ധിമുട്ടും. വാടക ഗർഭകഥയൊക്കെ അംഗീകരിക്കാനുള്ള പുരോഗമനമൊന്നും ഇന്നും നമ്മളുടെ നാട്ടുകാർക്ക് വന്നിട്ടില്ല. നിന്റെ പപ്പേട്ടനും ഭാര്യയും എല്ലാം പാവങ്ങളാ. പക്ഷേ ഇത്രയും കാലം നീ അവരോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു എന്ന് അവർ അറിഞ്ഞാൽ തീർന്നില്ലേ പിന്നെ?
ഇവിടെ നിന്ന് ഇറങ്ങിയ നീ ഇതുപോലെ സുരക്ഷിതമായൊരു താമസ സ്ഥലം കിട്ടാൻ ഒരുപാട് തെരുവിൽ അലയേണ്ടി വരും ദീപ്തി. നിന്നെ ഇനി ആരും സഹായിക്കാൻ പോകുന്നില്ല. ആരെങ്കിലും വന്നാൽ തന്നെ ആദിത്യൻ അത് തടയും. അർജുൻ നെഞ്ചിൽ കൈകൾ പിണച്ചു കെട്ടി നിന്നുകൊണ്ട് ശാന്തമായി പറഞ്ഞു. തൽക്കാലം ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. അർജുൻ പറഞ്ഞു നിർത്തവേ ദീപ്തി സർവം തകർന്നവളെ പോലെ നിശ്ചലയായി നിന്നുപോയി. അപ്പോഴേക്കും ലക്ഷ്മിമോൾ പുറത്തേക്ക് വന്നിരുന്നു. മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് അവൾ അത്ഭുതത്തോടെ നോക്കി. ആദിത്യനെ പോലെ തങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്ന ആരോ ആണോ അതെന്ന് അവൾ ആശങ്കപ്പെട്ടു. അമ്മേ, ആരാ ഇത്? കുഞ്ഞിലക്ഷ്മി വേഗത്തിൽ ഓടി വന്ന് ദീപ്തിയെ വട്ടം കെട്ടിപ്പിടിച്ചു. അർജുൻ പെട്ടെന്ന് കുഞ്ഞിലക്ഷ്മിക്ക് അരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു. അച്ഛനാ, കുഞ്ഞിലക്ഷ്മിയുടെ അച്ഛൻ. അർജുൻ പതിയെ ചിരിച്ചു. അത് പറയുമ്പോൾ കുഞ്ഞിലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു. കുഞ്ഞിലക്ഷ്മിയുടെ കൂട്ടുകാരികളെല്ലാം അച്ഛന്മാരാണ് സ്കൂളിൽ കൊണ്ടുവിടാറ്. എൻ്റെ അച്ഛൻ എവിടെ അമ്മേ എന്നും ചോദിച്ച് അവൾ ദീപ്തിയോട് പരിഭവിക്കും. അന്നേരം മോളുടെ അച്ഛൻ കൈനിറയെ മിഠായും സമ്മാനവുമായി ഒരിക്കൽ വരുമെന്ന് ദീപ്തി നുണ പറയും. അങ്ങനെയെങ്കിലും കുഞ്ഞിലക്ഷ്മി സന്തോഷിച്ചോട്ടെ എന്ന് കരുതും ദീപ്തി. പക്ഷേ ആ വലിയ നുണയാണ് ഇപ്പോൾ ഈ മനുഷ്യരൂപത്തിൽ കുഞ്ഞിലക്ഷ്മിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്. ശരിക്കും ഇതെൻ്റെ അച്ഛനാണോ അമ്മ? കുഞ്ഞിലക്ഷ്മി ആശ്ചര്യത്തോടെ ദീപ്തിയെ നോക്കി. ദീപ്തിക്ക് തൻ്റെ കുഞ്ഞിൻ്റെ ആ മുഖം കാണെ ഉറക്കെ ഒന്ന് പൊട്ടിക്കരയാൻ തോന്നി. പക്ഷേ ഒരിത്തിരി പതറിയാൽ പോലും തൻ്റെ കുഞ്ഞിനെ റാഞ്ചിയെടുക്കാൻ ആളുകളേറെയാണ്. കരയാൻ പാടില്ല, എതിർക്കണം, എല്ലാവരെയും തോൽപ്പിക്കണം. ദീപ്തി ഉള്ളിൽ പിറുപിറുത്തുകൊണ്ടിരുന്നു. ആണല്ലോ, കുഞ്ഞിലക്ഷ്മിയുടെ അച്ഛനാണല്ലോ. അർജുൻ അവളെ ചിരിയോടെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അവളുടെ ഇരുകവളിലും മാറി മാറി ചുംബിച്ചു. കുഞ്ഞിലക്ഷ്മിക്ക് അവൻ്റെ മീശ കൊണ്ട് ഇക്കിളി കൂടി. അവൾ കുലുങ്ങി ചിരിച്ചു. അർജുനും അതേ ചിരിയോടെ ബാഗിലിരുന്ന ചോക്ലേറ്റ് ബോക്സ് അവൾക്ക് നേരെ നീട്ടി. കുഞ്ഞിലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു. അച്ഛൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റാണ്. ലക്ഷ്മി മോൾ ആശ്ചര്യത്തോടെ ദീപ്തിയെ നോക്കി. ഇത് മുഴുവൻ എനിക്കാണോ അമ്മ? ദീപ്തി മറുപടി പറഞ്ഞില്ല. കല്ലിന് കാറ്റടിച്ച പോലെ ഒരു നിൽപ്പായിരുന്നു ദീപ്തി. ആണല്ലോ, എല്ലാം എൻ്റെ കുഞ്ഞിലക്ഷ്മിക്കാ. അർജുൻ ചിരിയോടെ ഒരു മുത്തം കൂടെ കൊടുത്തു. ഒപ്പം ആ ചോക്ലേറ്റിൽ നിന്നും ഒന്നെടുത്തുകൊണ്ട് കുഞ്ഞിലക്ഷ്മിയുടെ വായിലും വെച്ചു കൊടുത്തു. കുഞ്ഞിലക്ഷ്മി ആ പെട്ടിയും കയ്യിൽ പിടിച്ച് താഴേക്കോടി. പപ്പേട്ടനും ജാനകി അമ്മക്കും അതൊക്കെ കാണിച്ചു കൊടുക്കാനാണെന്ന് ദീപ്തിക്ക് മനസ്സിലായി. നിങ്ങൾ എന്തിനാ ഈ നാടകം കളിക്കുന്നത്? എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് വന്നത്? ദീപ്തി മോൾ പോയപാടെ അർജുനോട് മുരണ്ടു. എൻ്റെ പേര് അർജുൻ, ഞാൻ ആദിയുടെ സുഹൃത്താണ്. അർജുൻ പതിയെ പറഞ്ഞു. അയാൾക്ക് വേണ്ടിയാണോ ഈ നാടകം? ഇപ്പോൾ ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്. ദീപ്തി വെളിയിലേക്ക് വിരൽ ചൂണ്ടി. അപ്പോൾ കുഞ്ഞിലക്ഷ്മി അച്ഛനെ അന്വേഷിക്കില്ലേ? അപ്പോൾ നീ എന്ത് പറയും ദീപ്തിക്കുട്ടി? ദീപ്തി എന്തോ പറയാൻ തുടങ്ങും മുമ്പേ താഴെ നിന്നും പപ്പേട്ടൻ്റെ വിളി കേട്ടു. മോളെ ദീപ്തി, ഉച്ചത്തേക്കൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ഇന്നത്തെ ഊണ് ഇവിടെ ആയിക്കോട്ടെ. പപ്പേട്ടൻ്റെ സ്വരത്തിൽ ഉത്സാഹം നിറഞ്ഞിരുന്നു. എന്താ എൻ്റെ ഭാര്യ ഇങ്ങനെ തരിച്ചു നിൽക്കുന്നേ? ഇനിയിപ്പോൾ പപ്പേട്ട ഉണ്ണാൻ വിളിക്കാൻ വരും. അതുകൊണ്ട് വേഗം ആ കണ്ണുനീരൊക്കെ തുടച്ച് എൻ്റെ ഭാര്യ ഒന്ന് ചിരിച്ചേ. അർജുൻ പറയവേ ദീപ്തി അവനെ തീ പോലെ ഒരു നോട്ടം നോക്കി. അർജുൻ ചിരിയോടെ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. ദീപ്തി വേഗത്തിൽ അകത്തേക്ക് ഓടി. ഡോക്ടർ രമ്യയെ വിളിച്ച് കാര്യം പറയാം എന്നവൾക്ക് തോന്നി. ദീപ്തിക്കാകെ അവർ മാത്രമേ ഒരാശ്രയമുള്ളൂ. വെരികിനെ പോലെ പാഞ്ഞു പോകുന്നവളെ അർജുൻ ചിരിയോടെ നോക്കി ഇരുന്നു പോയി. നീ ഏതുവരെ ഓടിയിട്ടും കാര്യമില്ല എൻ്റെ മോളെ. കുഞ്ഞിലക്ഷ്മിയെ ഞാൻ എൻ്റെ ആദിയുടെ കയ്യിൽ ഏൽപ്പിക്കും. അത് ഞാൻ അവന് കൊടുത്ത വാക്കാ. അർജുൻ മനസ്സിലോർത്തുകൊണ്ട് ചിരിച്ചു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ദീപ്തിയുടെ ആവശ്യമനുസരിച്ച് ഡോക്ടർ രമ്യ അവിടെ എത്തിച്ചേർന്നു. ദീപ്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യത്തിന് സാക്ഷിയായ അവളെ എന്നും സഹായിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി രമ്യയാണ്. വാതിൽക്കൽ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് അർജുൻ തിരിഞ്ഞു നോക്കിയത്. ഗൗരവമേറിയ മുഖത്തോടെ ഡോക്ടർ രമ്യ അകത്തേക്ക് കയറി വന്നു. ദീപ്തി ഭയത്തോടെ അവർക്കരികിലേക്ക് ഓടി വന്നു. സ്വീകരണ മുറിയിൽ രാജാവിനെ പോലെ ഇരിക്കുന്ന അർജുനെ കണ്ടതും അവരുടെ നെറ്റി ചുളിഞ്ഞു. ആരാണ് നിങ്ങൾ? ദീപ്തി പറഞ്ഞത് കേട്ടല്ലോ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. രമ്യയുടെ സ്വരം ഉറച്ചതായിരുന്നു. അർജുൻ പതുക്കെ എഴുന്നേറ്റ് തൻ്റെ ഷർട്ട് ഒന്ന് ശരിയാക്കി. അവൻ്റെ ചുണ്ടിൽ ആ കുസൃതി ചിരി അപ്പോഴും ഉണ്ടായിരുന്നു. ഓ, അപ്പോൾ ഇതാണോ അപ്രശസ്തയായ ഡോക്ടർ രമ്യ, ദീപ്തിയുടെ രക്ഷക? കണ്ടതിൽ സന്തോഷം ഡോക്ടറെ. അർജുൻ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും കൈയെടുത്തുകൊണ്ട് അവരെ ഒന്ന് വണങ്ങി. പരിഹാസം നിർത്തൂ. നിങ്ങൾ ആദിത്യൻ്റെ ആളാണെന്ന് എനിക്കറിയാം.
നിയമവിരുദ്ധമായി ഒരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് നിങ്ങൾ അനുഭവിക്കും, രമ്യ ദേഷ്യത്തോടെ പറഞ്ഞു. അർജുൻ പതുക്കെ രമ്യയുടെ അടുത്തേക്ക് നടന്നു. അവൻ്റെ കണ്ണുകളിൽ പെട്ടെന്നൊരു വന്യത നിറഞ്ഞു. നിയമത്തെക്കുറിച്ച് ഡോക്ടർ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് നിയമത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഫോൺ എടുത്ത് രമ്യയുടെ നേരെ നീട്ടി. അതിൽ ചില രേഖകളുടെ സ്കാൻ ചെയ്ത കോപ്പികൾ ഉണ്ടായിരുന്നു. അത് കണ്ടതും രമ്യയുടെ മുഖത്തെ ചോരയൊലിച്ച് വിളറി വെളുത്തു. ഇത്? രമ്യ വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. അതെ ഡോക്ടർ, നിയമപരമല്ലാത്ത ഒരു സറോഗസിക്ക് കൂട്ടുനിന്നതിൻ്റെ രേഖകളാണിത്. ആശുപത്രി രേഖകളിൽ തിരിമറി നടത്തിയതും കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ വിവരങ്ങൾ മറച്ചുവെച്ചതും എല്ലാം ഇതിലുണ്ട്. ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങളുടെ കരിയർ അവസാനിപ്പിക്കാൻ ഈ ഒരു തെളിവ് മാത്രം മതി. ജയിലിൽ കിടന്ന് ഡോക്ടർക്ക് നിയമം പഠിക്കാം. ഇനി പറ, പോലീസിനെ വിളിക്കണോ മാഡം? രമ്യ നിശബ്ദമായി. തൻ്റെ കരിയറിലെ വലിയൊരു തെറ്റ് മിത്രയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിലും അത് നിയമത്തിന് മുന്നിൽ വലിയൊരു കുറ്റമാണെന്ന് അവർക്കറിയാമായിരുന്നു. ഡോക്ടർ, ദീപ്തി പരിഭ്രമത്തോടെ അവരുടെ അടുത്ത് വന്നു. രമ്യ ദീപ്തിയുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. അവരുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ദീപ്തി, എന്നോട് ക്ഷമിക്കണം. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്കൊരു കുടുംബമുണ്ട് ദീപ്തി. രമ്യ ക്ഷണനേരം കൊണ്ട് ദീപ്തിയെ കൈയൊഴിഞ്ഞു. അതല്ലെങ്കിലും രമ്യ ഒരു ഡോക്ടറല്ലേ? വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരു സ്ത്രീ ഇടയിൽ അവർ അർജുനെ എതിർത്താൽ അതല്ലെങ്കിലും രമ്യ ഒരു ഡോക്ടറല്ലേ? വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരു സ്ത്രീ അവർ അർജുനെ എതിർത്താൽ തനിക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ കണക്കുകൂട്ടി കഴിഞ്ഞിരുന്നു. ദീപ്തി തകർന്നുപോയി. തൻ്റെ ഏക പ്രതീക്ഷയായിരുന്ന രമ്യ ഡോക്ടറും പതറുന്നത് കണ്ടപ്പോൾ അവൾക്ക് ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെ തോന്നി. ഡോക്ടർക്ക് ഇനി പോവാം. ഈ വിഷയം ഇവിടെ തീർന്നു. ഇനി ദീപ്തിയെ സഹായിക്കാൻ നോക്കിയാൽ അടുത്ത ഈ നിമിഷം ഈ രേഖകൾ എത്തേണ്ടിടത്തെത്തും. അർജുൻ അവരെ ഭീഷണിപ്പെടുത്തി. രമ്യ തലകുനിച്ചുകൊണ്ട് വേഗത്തിൽ പടികൾ ഇറങ്ങിപ്പോയി. തിരിഞ്ഞു നോക്കാൻ പോലും അവർക്ക് കരുത്തുണ്ടായിരുന്നില്ല. രമ്യ ഡോക്ടർ ആ വീട് വിട്ടു പോകുന്നത് ദീപ്തി കലങ്ങിയ കണ്ണുകളോടെ നോക്കി നിന്നു. ഇതിനെയാണോ ഈ പുലി പോലെ വന്നത് എലി പോലെ പോവുക എന്ന് പറയുന്നത്? അർജുൻ രമ്യ പോകുന്നത് കാണെ ചിരിയോടെ ചോദിച്ചു. നിങ്ങളൊരു രാക്ഷസനാണ്. ദീപ്തി അർജുനെ നോക്കി അലറി. ഏയ് അല്ല, ഞാൻ വെറുമൊരു പാവൻ ദൂതൻ മാത്രമാണ്. ആദിത്യന് നൽകിയ വാക്ക് പാലിക്കാൻ വന്നവൻ. അർജുൻ വിജയിച്ച ഭാവത്തിൽ ദീപ്തിയെ നോക്കി ഒന്ന് ചിരിച്ചു. ഇനി ആരുണ്ട് ദീപ്തിക്കുട്ടി നിന്നെ സഹായിക്കാൻ? അർജുൻ പുരുകം പൊക്കിയും താഴ്ത്തിയും ഒരു പ്രത്യേക ഇനത്തിൽ ചോദിച്ചു. ദീപ്തി ആ മുറിയിലെ ചുമരിലേക്ക് ചാടി നിന്നു. കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങി. താഴെ നിന്നും കുഞ്ഞുലക്ഷ്മിയും പപ്പേട്ടനും കൂടെ പാട്ടുപാടുന്നത് ദീപ്തിക്ക് കേൾക്കാമായിരുന്നു. പപ്പേട്ടൻ്റെ വീട്ടിൽ ആകെ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. വർഷങ്ങളായി ദീപ്തിയുടെ ഭർത്താവിനെ കാത്തിരുന്ന ആ പാവം മനുഷ്യർക്ക് അർജുൻ്റെ വരവ് വലിയൊരു ആശ്വാസമായി. അകത്തളത്തിൽ വാഴയില വിരിച്ച് വിഭവസമൃദ്ധമായ സദ്യ തയ്യാറായിരുന്നു. പരിപ്പും സാമ്പാറും മുതൽ കാളനും ഓലനും പായസവും വരെ നിരന്നു. പപ്പേട്ടനും ജാനകി അമ്മയും സന്തോഷം കൊണ്ട് മതിമറന്ന് അർജുൻ്റെ ചുറ്റും കൂടി. മോൻ പിണക്കമെല്ലാം മാറി വന്നത് നന്നായി. എത്രയാ വെച്ചാ ഈ കുട്ടി ഇങ്ങനെ തനിയെ കഷ്ടപ്പെടുന്നത്? പപ്പേട്ടൻ വികാരാതീതനായി പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ പോട്ടെ പപ്പേട്ട, ഞാൻ വന്നില്ലേ. ഇനി ദീപ്തിക്കും മോൾക്കും സങ്കടപ്പെടേണ്ടി വരില്ല. ബിസിനസ് തിരക്കുകൾ കാരണമാണ് വൈകിയത്. ഇതിലും നേരത്തെ വരണമെന്നും പിണക്കം മാറ്റണമെന്നും കരുതിയതാ. അവൻ ദീപ്തിയെ നോക്കി കണ്ണീറുക്കി. ദീപ്തി അവനെ തന്നെ നോക്കി. അവളുടെ ഉള്ള് പുകയുകയായിരുന്നു. ഈ മനുഷ്യൻ തങ്ങളെ കുരുക്കിയിരിക്കുന്നത് എത്ര വലിയ ചതിക്കുഴിയിലാണെന്ന് അവൾക്ക് മാത്രം അറിയാം. ദീപ്തി, നീ അവിടെ നോക്കി നിൽക്കാതെ വന്നിരിക്കും മോളെ. ജാനകിയമ്മ സ്നേഹത്തോടെ അവളെ പിടിച്ചിരുത്തി. അർജുൻ്റെ തൊട്ടടുത്ത് തന്നെ അവൾക്ക് ഇരിക്കേണ്ടി വന്നു. കുഞ്ഞുലക്ഷ്മി ആകട്ടെ അർജുൻ്റെ മടിയിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവൾക്കിപ്പോൾ അർജുൻ വലിയൊരു ഹീറോയാണ്. സദ്യ വിളമ്പി തുടങ്ങിയപ്പോൾ അർജുൻ ഓരോ വിഭവത്തെക്കുറിച്ചും വാതൊരാതെ സംസാരിച്ചു. ജാനകിയമ്മേ, ഈ സാമ്പാറിന് നല്ല രുചിയുണ്ട് കേട്ടോ. അവൻ ഇടയ്ക്ക് ഓരോ തമാശകൾ പറഞ്ഞു. അവരോട് അടുപ്പം കൂടി. അവൻ്റെ കുസൃതി നിറഞ്ഞ സംസാരം കേട്ട് പപ്പേട്ടനും ഭാര്യയും ചിരിച്ചു മറിഞ്ഞു. പെട്ടെന്നാണ് അർജുൻ ദീപ്തിയെ ശ്രദ്ധിച്ചത്. അവൾ ഇലയിലെ ചോറിൽ വിരലുകൾ കൊണ്ട് വെറുതെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വറ്റുപോലും അവൾ കഴിച്ചിരുന്നില്ല. അവൾ കണ്ണുകളൊന്ന് ചിമ്മുന്നുകൂടെയില്ല. അർജുൻ പതിയെ തൻ്റെ ഇലയിൽ നിന്നും ഒരു ഉരുള ചോറെടുത്ത് അതിൽ പരിപ്പും നെയ്യും ചേർത്ത് നന്നായി കുഴച്ചു.
പപ്പേട്ടനും ജാനകിയമ്മയും നോക്കി നിൽക്കെ അവൻ ആ ഉരുള ദീപ്തിയുടെ ചുണ്ടിന് നേരെ നീട്ടി. എന്താ ദീപ്തിക്കുട്ടി നീ ഇങ്ങനെ ഇരിക്കുന്നേ? ദാ ഇത് കഴിക്ക്. ഞാൻ പിണക്കെല്ലാം മാറിത്തരുന്ന ആദ്യത്തെ ഉരുളയല്ലേ. അർജുൻ അത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ദീപ്തി ഞെട്ടിപ്പോയി. പപ്പേട്ടനും ജാനകിയമ്മയും അവരുടെ സ്നേഹപ്രകടനം കണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ്. വേറെ വഴിയില്ലാതെ ദീപ്തി ആ ഉരുള കഴിച്ചു. അതുകണ്ട് കുഞ്ഞുലക്ഷ്മി കൈയടിച്ചു, പൊട്ടിച്ചിരിച്ചു. അച്ഛാ, എനിക്കും വേണം. അവൾ വായ തുറന്നു. എൻ്റെ ലക്ഷ്മി മോൾക്ക് കൊടുക്കാതെ അച്ഛൻ കഴിക്കുമോ? അവൻ ലക്ഷ്മിക്കും ഒരു ഉരുള നൽകി. ഭക്ഷണം കഴിഞ്ഞ ശേഷം അവളെ അടുത്ത് തൻ്റെ മടിയിലിരുത്തി. അവൻ പപ്പേട്ടനോട് ഓരോ കഥകൾ പറയാൻ തുടങ്ങി. ദുബായിലെ മണലാരണ്യത്തെക്കുറിച്ചും വലിയ കെട്ടിടങ്ങളെക്കുറിച്ചും അവൻ പടച്ചുവിട്ട നുണകൾ പപ്പേട്ടൻ അത്ഭുതത്തോടെ കേട്ടിരുന്നു. മുകളിലേക്ക് കയറും മുമ്പേ അർജുൻ പപ്പേട്ടൻ്റെ കയ്യിൽ ഒരു പൊതി വെച്ചു കൊടുത്തു. ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇത്രയും കാലം എൻ്റെ ഭാര്യയെയും മോളെയും നോക്കിയതിന് ചെറിയൊരു സമ്മാനം. അതൊരു വലിയ തുകയായിരുന്നു എന്ന് പപ്പേട്ടന് മനസ്സിലായി. വേണ്ട മോനെ, ഇതൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഇവരെ സ്വന്തം മക്കളെ പോലെയാണ് കണ്ടത്. അതെനിക്കറിയാം പപ്പേട്ട. പക്ഷെ ഇതെൻ്റെ സ്നേഹമാണ്. നിഷേധിക്കരുത് പപ്പേട്ട. അർജുൻ്റെ ആ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ പപ്പേട്ടന് വഴങ്ങേണ്ടി വന്നു. അർജുനും ദീപ്തിയും മുകളിലെ ആ കൊച്ചുമുറിയിലേക്ക് കയറുമ്പോൾ അതിനുള്ളിൽ ആകെ നിശബ്ദമായിരുന്നു. പുറത്ത് പെയ്യുന്ന മഴയുടെ ശബ്ദം മാത്രം ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടിരുന്നു. താഴെ പപ്പേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും മുന്നിൽ അഭിനയിച്ചു തീർത്ത ആ സ്നേഹനിധിയായ ഭർത്താവിൻ്റെ മുഖം അർജുൻ വാതിലടച്ചതോടെ അഴിച്ചുവെച്ചു. അർജുൻ തൻ്റെ തോളിൽ കിടന്ന് ഉറക്കം പിടിച്ച കുഞ്ഞുലക്ഷ്മിയെ ആ കിടക്കയിലേക്ക് കിടത്തി. ദീപ്തി ഭയത്തോടെ മുറിയുടെ ഒരു മൂലയിലേക്ക് മാറി നിന്നു. തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ അപരിചിതനായ ഒരു പുരുഷനുമായി ഇങ്ങനെയൊരു രാത്രി ഒരു വീട്ടിൽ പങ്കിടേണ്ടി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവളുടെ നെഞ്ചിടിപ്പ് പുറത്ത് കേൾക്കാവുന്ന അത്രയും വേഗത്തിലായിരുന്നു. ആദിത്യനെ ഭയന്നതിനേക്കാൾ ഈ അർജുൻ എന്ന മനുഷ്യനെ അവൾ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ ചിരിക്ക് പിന്നിൽ എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞുലക്ഷ്മി അന്നേരം നല്ല ഉറക്കത്തിലായിരുന്നു. അസുഖത്തിൻ്റെ ക്ഷീണവും അച്ഛൻ്റെ ഒപ്പമുള്ള കളിച്ചിരികളും അവളെ വേഗത്തിൽ നിദ്രയിലേക്ക് അഴ്ത്തിയിരുന്നു. അർജുൻ തൻ്റെ വാച്ചും മറ്റും അഴിച്ചുവെച്ച് ദീപ്തിയെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിലെ ഭീതി അവൻ കൃത്യമായി വായിച്ചെടുത്തു. തൻ്റെ പേടിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദീപ്തിക്കുട്ടി. അർജുൻ ഒരു കസേര വലിച്ചിട്ടുകൊണ്ട് അവിടെ ഇരുന്നു. ദീപ്തി ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി. പക്ഷേ ഞാൻ നീ ഉദ്ദേശിക്കും പോലെ അത്രയും അധപതിച്ച ഒരു മനുഷ്യനല്ല. ആദി എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ സുരക്ഷിതമായി നോക്കണമെന്നാണ്. അതിനിടയിൽ ദീപ്തിയെ മറ്റൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ എനിക്കൊരു ഉദ്ദേശവുമില്ല. അവൻ്റെ വാക്കുകൾ ദീപ്തിയിൽ ചെറിയൊരു ആശ്വാസം നൽകിയെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. തൽക്കാലം എനിക്കൊരു തലയണയും പുതപ്പും തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഹാളിൽ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നോളാം. അവൻ വീണ്ടും ചിരിച്ചു. ദീപ്തി പാവ കണക്കെ നിന്നു. തിരിച്ചൊന്നും പറയാൻ തോന്നാത്ത വിധം അവളുടെ മനസ്സ് മരവിച്ചു പോയിരുന്നു. അർജുൻ കുറച്ചു നേരം കൂടി അവളെ നോക്കി നിന്നു. പിന്നെ ആ ഹാളിലേക്ക് ഇറങ്ങി. തൊട്ടടുത്ത നിമിഷം ദീപ്തി ആ വാതിൽ കുട്ടിയടച്ചു. എന്തൊരു ദുഷ്ടയാണ് ഇവൾ. മര്യാദക്ക് ചോദിച്ചതല്ലേ. ഒരു തലയണയും പുതപ്പുമെങ്കിലും തരാമായിരുന്നു. ഇത്രയും കാലം ദുബായിൽ കിടന്ന് കഷ്ടപ്പെട്ടു വന്ന ഭർത്താവിനോട് കാണിക്കുന്ന ക്രൂരത നോക്കണേ. അവൻ കുസൃതിയോടെ ഒന്ന് ആത്മകഥ നടത്തി. അവൻ താൻ കൊണ്ടുവന്ന ബാഗ് തന്നെ തലയണയാക്കി വെച്ച് വെറും നിലത്ത് ചുരുണ്ടുകൂടി കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് ദീപ്തി മോളുടെ അരികിൽ പോയി കിടന്നു. പക്ഷെ അവൾക്ക് ഉറക്കം വന്നില്ല. അർജുനെ കുറിച്ചായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ. അയാളുടെ ഉള്ളിലെ ലക്ഷ്യം എന്തായിരിക്കുമെന്ന് അവൾ ആലോചിച്ചു കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ജനാലയിലൂടെ അരിച്ചിറങ്ങിയ വെളിച്ചം മുഖത്ത് തട്ടിയപ്പോഴാണ് അർജുൻ കണ്ണ് തുറന്നത്. എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് തൻ്റെ നെഞ്ചിൽ എന്തോ ഒരു ഭാരം അവൻ ശ്രദ്ധിച്ചത്. നോക്കിയപ്പോൾ അവൻ്റെ തൊട്ടരികിൽ തൻ്റെ കൈകളിൽ കെട്ടിപ്പിടിച്ച് കുഞ്ഞുലക്ഷ്മി കിടക്കുന്നു. അവളുടെ കുഞ്ഞു വിരലുകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി പിടിച്ചിട്ടുണ്ട്. എപ്പോഴോ ഉറക്കം ഉണർന്ന അവൾ മെല്ലെ അച്ഛൻ്റെ അരികിലേക്ക് വന്ന് കിടന്നതാവാം. അടുക്കളയിൽ നിന്നും പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ദീപ്തി അവിടെ ജോലി തിരക്കിലാണെന്ന് അർജുന് മനസ്സിലായി. ഗുഡ് മോർണിംഗ് കുഞ്ഞുലക്ഷ്മി. അവൻ അവളെ ഒന്ന് കൊഞ്ചിച്ച് തലോടി. ലക്ഷ്മി കണ്ണുകൾ തുറന്നു. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം കൗതുകത്തോടെ അർജുൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കുഞ്ഞു വിരലുകൾ നീട്ടി
അർജുൻ്റെ കൺപീലികളിലും മൂക്കിലിൻ്റെ തുമ്പിലും ചുണ്ടിലും ഒക്കെ പതിയെ തൊട്ടു നോക്കി. തൻ്റെ സ്വപ്നങ്ങളിലെ അച്ഛനാണോ ഇതെന്ന് ഉറപ്പിക്കുകയായിരുന്നു അവൾ അന്നേരം. അവളുടെ ആ സ്പർശനത്തിൽ അർജുൻ്റെ ഉള്ളിലൊരു വാത്സല്യം ഉടലെടുത്തു. പരിക്കമായ തൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരു കുഞ്ഞ് ഇത്രയേറെ നിഷ്കളങ്കമായി തന്നെ സ്പർശിക്കുന്നത്. കുഞ്ഞു ലക്ഷ്മി എന്താ ഇങ്ങനെ തൊട്ടു നോക്കുന്നത്? അവൻ ചിരിയോടെ ചോദിച്ചു. അച്ഛനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമായി. അവൾ അവൻ്റെ കവിളിൽ ഒരു കുഞ്ഞു മുത്തം നൽകി. അച്ഛൻ എന്താ ഇത്രയും കാലം എന്നെ കാണാൻ വരാതിരുന്നത്? എൻ്റെ കൂട്ടുകാരികളുടെ അച്ഛന്മാരൊക്കെ എപ്പോഴും അവരുടെ കൂടെ വരുമല്ലോ. മോളുടെ ചോദ്യം അർജുൻ്റെ ഹൃദയത്തിൽ ഒരു മുള്ളു പോലെ തറച്ചു. മിത്രയുടെയും ആദിത്യൻ്റെയും ഒക്കെ വാശികൾക്കിടയിൽ ഈ കുഞ്ഞിൻ്റെ 5 വർഷങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. താനൊരു നുണയനാണെന്ന് ഈ കുഞ്ഞിനെ അറിയില്ലല്ലോ എന്നോർത്തപ്പോൾ അർജുൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം ഉടലെടുത്തു. അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ഇനി അച്ഛൻ എങ്ങും പോകില്ല മോളെ. അച്ഛൻ ലക്ഷ്മിക്കുട്ടിയുടെ കൂടെ തന്നെ ഉണ്ടാവും. അർജുൻ ആ നിമിഷം സത്യം ചെയ്യുകയായിരുന്നു. ദീപ്തിയെ തോൽപ്പിക്കാനോ ആദിത്യനെ സഹായിക്കാനോ അല്ല, മറിച്ച് ഈ കുഞ്ഞിൻ്റെ കണ്ണുകളിൽ പ്രതീക്ഷ കാക്കാൻ വേണ്ടി മാത്രം വെറുതെ ഒരു സത്യം. അർജുൻ്റെ ഉള്ളിൽ കുഞ്ഞുലക്ഷ്മിയോട് ഒരു ചെറിയ വാത്സല്യം മുളപൊട്ടുകയായിരുന്നു. അടുക്കളയിൽ നിന്ന് ചായയുമായി വന്ന ദീപ്തി കാണുന്നത് നിലത്ത് അർജുൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന് കൊഞ്ചി സംസാരിക്കുന്ന ലക്ഷ്മിയെയാണ്. അർജുൻ്റെ ആ കള്ളച്ചിരി മാറി കണ്ണുകളിൽ വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ദീപ്തിയുടെ ഉള്ളിൽ ദേഷ്യവും ഭയവും ഒരുപോലെ ഇരച്ചു കയറി. തൻ്റെ മോളെ ഈ മനുഷ്യൻ വാക്കുകൾ കൊണ്ട് വശത്താക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ലക്ഷ്മി എഴുന്നേറ്റേ. ദീപ്തിയുടെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. പെട്ടെന്നുള്ള അമ്മയുടെ അലർച്ച കേട്ട് ലക്ഷ്മി ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അർജുനും പതുക്കെ എഴുന്നേറ്റിരുന്നു. നീ ഇത് എന്താ ചെയ്യുന്നത്? വേഗം പോയി പല്ല് തേച്ച് റെഡിയാവാൻ നോക്ക്. സ്കൂളിൽ പോകാൻ സമയമായി. ഇന്ന് ക്ലാസ്സിൽ പോവണ്ടേ? ദീപ്തിയുടെ സ്വരം പരുക്കമായിരുന്നു. ലക്ഷ്മി പതുക്കെ അർജുൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അമ്മയോടായി പറഞ്ഞു, അമ്മേ, ഇന്ന് എന്നെ അച്ഛൻ കൊണ്ടാക്കിയാൽ മതി സ്കൂളിൽ. എല്ലാവരുടെ അച്ഛന്മാരാണ് അവരെ കൊണ്ടുവിടുന്നത്. ഇന്ന് എനിക്കും എൻ്റെ അച്ഛൻ്റെ കൂടെ പോകണം. അവളുടെ കണ്ണുകളിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അത് കേട്ടതും ദീപ്തിയുടെ നിയന്ത്രണം വിട്ടു. അവൾ കയ്യിലിരുന്ന ചായക്കപ്പ് മേശപ്പുറത്ത് ആഞ്ഞു വെച്ചു. എന്നോട് പറഞ്ഞത് മനസ്സിലാവില്ലേ? ഇങ്ങോട്ട് വന്നേ. ദീപ്തി ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഒരച്ഛൻ വന്നിരിക്കുന്നു. സ്കൂളിൽ ഞാൻ തന്നെ കൊണ്ടുവിടും. വേഗം ഡ്രസ്സ് മാറാൻ നോക്ക്. ദീപ്തി കലഹിച്ചു. അമ്മ എന്തിനാ എപ്പോഴും എന്നെ വഴക്കു പറയുന്നത്? അച്ഛൻ വന്നതല്ലേ, അച്ഛൻ്റെ കൂടെ പോയാൽ എന്താ? ലക്ഷ്മി കരച്ചിലിൻ്റെ വക്കീലെത്തിയിരുന്നു. ലക്ഷ്മി, മര്യാദക്ക് അകത്തേക്ക് പോയിക്കോ. ദീപ്തി വീണ്ടും ശാസിച്ചു. അതുവരെ നിശബ്ദനായിരുന്നു എല്ലാം കണ്ടുകൊണ്ടിരുന്ന അർജുൻ പതുക്കെ എഴുന്നേറ്റു. അവൻ ദീപ്തിയുടെ അടുത്തേക്ക് നടന്നു വന്നു. ദീപ്തി, എന്തിനാ വെറുതെ ആ കുഞ്ഞിനെ വഴക്ക് പറയുന്നത്? അവൾക്കൊരാഗ്രഹമല്ലേ, ഞാൻ കൊണ്ടുവിടാം എന്ന് കരുതിയ എന്താ കുഴപ്പം? അർജുൻ ശാന്തമായി ചോദിച്ചു. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. ഇതെൻ്റെ മോളാണ്. അവളെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാം. നിങ്ങൾ കളിക്കുന്ന ഈ നാടകം അധികകാലം മുമ്പോട്ട് പോവില്ല. ദീപ്തി അവനെ തറപ്പിച്ചു നോക്കി. നാടകമാണോ സത്യമാണോ എന്ന് തീരുമാനിക്കേണ്ടത് കാലമാണ് ദീപ്തിക്കുട്ടി. അർജുൻ വീണ്ടും ആ കുസൃതി ചിരിയിലേക്ക് മടങ്ങി വന്നു. പക്ഷേ ലക്ഷ്മി മോൾ പറഞ്ഞതുപോലെ ഇന്ന് അച്ഛൻ തന്നെ അവളെ സ്കൂളിൽ കൊണ്ടുവിടും. തടയാൻ നോക്കണ്ട. ആദ്യ സത്യങ്ങൾ അറിയാൻ പോകുന്നത് നിന്റെ കുഞ്ഞു ലക്ഷ്മിയായിരിക്കും. അർജുൻ്റെ ആ മറുപടിയിൽ ദീപ്തി നിസ്സഹായയായി നിന്നുപോയി. അവൻ ലക്ഷ്മിയെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. ലക്ഷ്മി കണ്ണീർ തുടച്ച് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. താൻ പടുത്തുയർത്തിയ കോട്ടകൾ ഓരോന്നായി ഈ മനുഷ്യൻ തകർക്കുകയാണെന്ന് ദീപ്തിക്ക് മനസ്സിലായി. കുഞ്ഞു ലക്ഷ്മിയെ ഒരുക്കിയതും മുടി ചീകി കൊടുത്തതും എല്ലാം ദീപ്തിയായിരുന്നു. എങ്കിലും അവൾ അന്നേരം ഒന്നും കുഞ്ഞുലക്ഷ്മിയോട് ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. അമ്മ പിണക്കത്തിലാണെന്ന് കുഞ്ഞുലക്ഷ്മിക്കും മനസ്സിലായി. പക്ഷേ എന്ന് കരുതി അമ്മയുടെ പിണക്കം മാറ്റാൻ കുഞ്ഞുലക്ഷ്മിയും മുതിർന്നില്ല. സാധാരണ കുഞ്ഞുലക്ഷ്മി പിണങ്ങിയാൽ ദീപ്തിയും, ദീപ്തി പിണങ്ങിയാൽ കുഞ്ഞുലക്ഷ്മിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുനയിപ്പിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ അമ്മയെ അനുനയിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ സ്കൂളിൽ പോകാൻ പറ്റില്ല എന്ന് കുഞ്ഞുലക്ഷ്മിക്ക് ഏകദേശം മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ദീപ്തിയുടെ പിണക്കം കുഞ്ഞുലക്ഷ്മി കണ്ടില്ലെന്ന് വെച്ചു. അർജുൻ ലക്ഷ്മിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി ഇറങ്ങിയപ്പോൾ ദീപ്തിയുടെ മുഖം ഒരു കാർമേഘം പോലെ ഇരുണ്ടിരുന്നു. ലക്ഷ്മി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അർജുൻ്റെ വിരലുകളിൽ തൂങ്ങി നടന്നു.
പപ്പേട്ടനും ജാനകി അമ്മയും വാതിൽക്കൽ നിന്ന് ആ സന്തോഷം കണ്ട് അവരെ കൈവീശി യാത്രയാക്കി. കാറിലേക്ക് കയറിയപ്പോൾ ലക്ഷ്മിക്കൊരൽപ്പം സങ്കടം തോന്നി. കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ ഉമ്മറത്ത് തന്നെ വിറങ്ങലിച്ച് നിൽക്കുന്ന തൻ്റെ അമ്മയെ അവൾ കണ്ടു. അച്ഛാ, അമ്മക്ക് വിഷമായെന്ന് തോന്നുന്നു, ലക്ഷ്മി വാടിയ മുഖത്തോടെ പറഞ്ഞു. അർജുൻ സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു. സാരമില്ല ലക്ഷ്മിക്കുട്ടി, ഒന്ന് വിഷമിക്കട്ടെ. അമ്മമാർക്ക് എപ്പോഴും അങ്ങനെയാ. മക്കളൊന്ന് മാറി നിന്നാൽ അപ്പോൾ സങ്കടം വരും. അതല്ല അച്ഛാ, എൻ്റെ അമ്മ പാവാണ്. ഇന്നെനിക്ക് അച്ഛൻ്റെ കൂടെ വരാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ അമ്മയെ മൈൻഡ് ചെയ്യാതിരുന്നത്. അമ്മ പാവമ്മ, അവൾ പറഞ്ഞു. അർജുൻ പതുക്കെ കാറിൻ്റെ വേഗത കുറച്ചു. ആ കുഞ്ഞു മനസ്സിൻ്റെ ദീപ്തിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴമറിയാൻ അവന് കൗതുകം തോന്നി. ലക്ഷ്മിക്കുട്ടിക്ക് അമ്മയെ അത്ര ഇഷ്ടമാണോ? അമ്മ എപ്പോഴും വഴക്ക് പറയുന്നതല്ലേ? അർജുൻ ചോദിച്ചു. വഴക്ക് പറയും, പക്ഷെ അമ്മക്ക് ഞാനില്ലാതെ പറ്റില്ല അച്ഛാ. അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ പനി കുറഞ്ഞോ എന്ന് നോക്കാൻ അമ്മ ഉറങ്ങാതെ ഇരിക്കും. എനിക്ക് നല്ല ഉടുപ്പുകൾ വാങ്ങാൻ വേണ്ടി അമ്മ ഒരുപാട് നേരം തുന്നൽ പണി ചെയ്യും. എനിക്ക് ഐസ്ക്രീം വാങ്ങി തന്നിട്ട് അമ്മക്ക് വേണ്ട എന്ന് പറയും. അമ്മ ശരിക്കും പാവമ്മ അച്ഛാ. ലക്ഷ്മി തൻ്റെ അമ്മ ചെയ്ത ഓരോ കാര്യങ്ങളും വിരലിലെണ്ണി പറഞ്ഞു തുടങ്ങി. അവളുടെ വാക്കുകൾ അർജുൻ്റെ കാതുകളിൽ ഒരു ഇടിമിന്നലെ പോലെ പതിച്ചു. വെറുമൊരു ബാധ്യത എന്ന് പറഞ്ഞ് ആദ്യം തള്ളിക്കളഞ്ഞ ഈ കുഞ്ഞിനെ വളർത്താൻ ദീപ്തി എത്രമാത്രം നീറിപ്പുകഞ്ഞിട്ടുണ്ടാകും. 5 വർഷം അവൾ അനുഭവിച്ച ഏകാന്തതയും പട്ടിണിയും അധ്വാനവും ആ കുഞ്ഞിൻ്റെ നാവിലൂടെ പുറത്തു വരുമ്പോൾ അർജുൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിജയീഭാവം പതുക്കെ ചോർന്നുപോയി. അമ്മയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാ അച്ഛാ. അമ്മയില്ലാതെ എനിക്കും ഉറക്കം വരില്ല. അച്ഛ ഇനി അമ്മയെ പിണക്കരുത് കേട്ടോ, ലക്ഷ്മി അർജുൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അർജുൻ്റെ ഉള്ളിൽ ഒരു വലിയ മനസാക്ഷിക്കുത്ത് ഉടലെടുത്തു. ഈ നിമിഷം വരെ അവൻ ചിന്തിച്ചിരുന്നത് ആദിത്യൻ്റെ വാശി തീർക്കുന്നതിനെക്കുറിച്ചും ദീപ്തിയെ തോൽപ്പിക്കുന്നതിനെക്കുറിച്ചും മാത്രമായിരുന്നു. പക്ഷെ ദീപ്തി എന്ന അമ്മയും ലക്ഷ്മി എന്ന മകളും തമ്മിലുള്ള ആത്മബന്ധം ഇത്രമേൽ ദൃഢമാണെന്ന് അവൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. ഈ കുഞ്ഞിനെ ദീപ്തിയിൽ നിന്നും അടർത്തിയെടുത്ത് ആദിത്യൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ദീപ്തിയുടെ അവസ്ഥ എന്തായിരിക്കും? അർജുൻ സ്വയം ചിന്തിച്ചുപോയി. സ്കൂളിന് മുന്നിൽ കാർ നിർത്തിയപ്പോൾ ലക്ഷ്മി ചിരിച്ചുകൊണ്ട് ഇറങ്ങി. അച്ഛാ, വൈകുന്നേരം വരുമ്പോൾ അമ്മയും കൂട്ടി വരണേ, നമുക്ക് ബീച്ചിൽ പോവാം. അവൾ ഓടിപ്പോകുന്നത് നോക്കി അർജുൻ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. ദീപ്തിയെയും കുഞ്ഞിനെയും പിരിക്കാൻ വന്ന താൻ ഇപ്പോൾ ആ ബന്ധത്തിൻ്റെ ആഴം കണ്ട് ഭയപ്പെടുകയാണ്. താൻ കൊടുക്കുന്ന ഓരോ വാക്കും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവിതം തകർക്കാനുള്ളതാണെന്ന സത്യം അർജുനെ വല്ലാതെ അസ്വസ്ഥനാക്കി. തൊട്ടടുത്ത നിമിഷം അവൻ്റെ ഫോണൊന്ന് ബെല്ലടിച്ചു. ആദിത്യൻ എന്ന പേര് കാണെ അവൻ പെട്ടെന്ന് തന്നെ ഫോണിന് അറ്റൻഡ് ചെയ്തു. അർജുൻ, എന്തായുടെ കാര്യങ്ങൾ? ആദിത്യൻ ചോദിക്കുമ്പോൾ അർജുൻ്റെ ഉള്ളിൽ എന്തോ ഒരു തരം വീർപ്പുമുട്ടൽ വന്നു തുടങ്ങിയിരുന്നു. ഞാനിങ്ങ് വന്നതല്ലേ ഉള്ളൂ ആദിത്യ, നീ കുറിച്ച് ക്ഷമിക്കുന്നേ. ഉള്ളിലുള്ള വീർപ്പുമുട്ടൽ ആദിത്യനെ അറിയിക്കാതെ തന്നെ ചിരിയോടെ തന്നെയാണ് അർജുൻ മറുപടി പറഞ്ഞത്. ആദിയെ ആശ്വസിപ്പിച്ച് ആ ഫോൺ പോക്കറ്റിലേക്ക് തിരികെ വെക്കുമ്പോൾ ദീപ്തിയുടെ അവസ്ഥയും കുഞ്ഞു ലക്ഷ്മി ആദ്യത്തിന് കിട്ടിയാൽ ദീപ്തിയുടെ തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും ഒരു നിമിഷം അർജുൻ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അർജുൻ മനസ്സ് കല്ലാക്കി കഴിഞ്ഞിരുന്നു. തുടരും സൂര്യകാന്തി. വീഡിയോ ഇഷ്ടപ്പെട്ട ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നായകൻ ആരാണെന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പാർട്ടുമായി ഉടനെ വരുന്നതാണ്. താങ്ക് യു.